ഈശോ മിശിഹായിലേറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ആരാധനാക്രമത്തിൽ നമ്മൾ ഇന്ന് പുതിയൊരു കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കൈത്താക്കാലം, വേനൽ എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥമായിട്ട് മാറുന്നത്. സ്ലീഹന്മാരിലൂടെ സ്ഥാപിതമാകുന്ന സഭ വളരുന്ന സഭയുടെ വളർച്ചയുടെ കാലമാണ് ഈ കൈത്താക്കാലത്ത് നമ്മൾ ഓർക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഞായറാഴ്ച 12 സ്ലീഹന്മാരുടെ തിരുനാളായിട്ടും സഭ ആചരിക്കുകയാണ്. നുസാർദൻ എന്നാണ് ഇത് തിരുനാളിന് ദൈവത്തിൻ്റെ ദിവസമെന്നുള്ളതാണ്. കർത്താവിന് വേണ്ടിയിട്ട് ചുടുനിണം ചിന്തി സഭയെ രൂപപ്പെടുത്തിയ 12 സ്ലീഹന്മാരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് നമ്മൾ ഈ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ 12 പേരെ തിരഞ്ഞെടുത്തത്? ആ കാലഘട്ടത്തിൽ അവിടെ പ്രഗത്ഭരായ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു, അറിവുള്ളവർ, കഴിവുകളുള്ളവർ. എന്നാൽ ഈശോ തിരഞ്ഞെടുത്തത് ആ സമൂഹത്തിൽ അല്പം പോലും നിലയും വിലയും ഉണ്ടെന്ന് അംഗീകരിക്കാനാവാത്ത 12 മനുഷ്യരെയാണ്. അവരുടെ സ്വഭാവങ്ങളും വളരെ വൈരുദ്ധ്യങ്ങളുള്ള സ്വഭാവമാണ്. സഭയുടെ തലവനാകാൻ വിളിച്ച പത്രോസ് നിരന്തരം പതറിപ്പോകുന്നൊരു വ്യക്തിയാണ്. ആവേശത്തോടുകൂടെ ഓടിയെടുക്കുന്നു. പിന്നീട് ഇങ്ങനെ പതർച്ചകളാണ് മനുഷ്യൻ്റെ ജീവിതം മുഴുവനും. അവൻ വിളിച്ചു മത്തായിയെ, ചുങ്കക്കാരനാണ്. ആ സമൂഹം ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ഒരു കൂട്ടരാണ് ചുങ്കക്കാർ. കാരണം റോമാക്കാർക്ക് വേണ്ടിയിട്ട് കരം പിരിക്കുന്ന ആളുകൾ എന്നുള്ളത് കൊണ്ട് തന്നെ വെറുക്കപ്പെട്ടവരുടെ ഒരു ഗണമാണ് ചുങ്കക്കാർ. ചുങ്കക്കാരൻ മത്തായിയെ വിളിച്ചു. ഇനി യാക്കോബും യോഹന്നാനും അധികാരമോഹത്തിൻ്റെ ആൾരൂപങ്ങളാണ് ഈ 2 മനുഷ്യർ. അമ്മയെ കൊണ്ടുവന്നാണ് കസേര ചോദിക്കുന്നത്. സ്വന്തമായിട്ട് ചോദിച്ചാൽ കിട്ടാത്തത് കൊണ്ട് അമ്മയും കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്ന് അറിയുന്നുണ്ട്, നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഇടത്തും വലത്തിരിക്കുകയാണ്. ഇങ്ങനെ അധികാരമോഹത്തിൻ്റെ 2 മനുഷ്യർ. ഈ യൂദാസ് എന്ന മനുഷ്യൻ, അവനറിയാം ഒറ്റ കൊടുക്കുമെന്നറിയാം. എന്നിട്ടും ഈ യൂദാസിനെയും കർത്താവ് വിളിക്കുകയാണ് ശിഷ്യനാകാനായിട്ട്. ഇങ്ങനെ 12 പേരും 12 സ്വഭാവങ്ങളുടെ ഉടമകൾ, സമൂഹത്തിൽ നിലയും വിലയുമില്ലാത്തവർ. അവരെ അവൻ വിളിക്കുകയാണ്. എന്തുകൊണ്ട് ഇപ്രകാരം ഒരു തിരഞ്ഞെടുപ്പ് കർത്താവ് നടത്തുന്നത്? അവനറിയാം, കുറവുള്ളവന് മാത്രമേ ദൈവത്തെ ആശ്രയിക്കാൻ കഴിയുകയുള്ളൂ. കുറവുണ്ടെന്ന് കരുതുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തെ ആശ്രയിക്കാൻ കഴിയൂ. കാരണം എന്നെ പരിപൂർണനാക്കാനായിട്ട് എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദൈവാശ്രയ ബോധം ആരംഭിക്കുന്നത്. എന്നെ പരിപൂർണനാക്കാനും എന്നെ അനുഗ്രഹിക്കാനും എന്നെ എടുത്തുയർത്തുവാനായിട്ടും എൻ്റെ ദൈവത്തിന് കഴിയുമെന്നും ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ദൈവമെന്നും ആശ്രയിക്കാൻ ആഗ്രഹമില്ലാത്തൊരിടമായിട്ട് മാറും. നമുക്ക് ചുറ്റും ഒരു തലമുറ വളർന്നു വരികയാണ്, തങ്ങൾ പരിപൂർണരാണെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ. ഈ കാലഘട്ടം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്നൊരു വെല്ലുവിളി അതാണ്. പരിപൂർണരാണെന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു തലമുറയുടെ ഭാഗമായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ചില കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ മതിയാകും നമ്മൾ എത്രമാത്രം ദൈവത്തെ ഗൗരവമായിട്ട് കാണുന്നുണ്ടെന്ന്. ഇന്ന് അറിവുതരം അഹന്തയായിട്ട് മാറിയ ഒരു തലമുറ നമുക്കിടയിൽ വളരുകയാണ്. ശാസ്ത്രവും ഇൻ്റർനെറ്റും ഒക്കെ വളർന്നു വലുതായപ്പോൾ അതാണ് ലോകമെന്ന് കരുതി അതിൽ വല്ലാതെ അടിമപ്പെട്ടു പോയൊരു തലമുറ. പണം പോലും ഒരു തരത്തിൽ അഹന്തയായിട്ട് മാറിയ തലമുറയാണ്. സമ്പാദ്യങ്ങളൊക്കെ കുമിഞ്ഞുകൂടിയപ്പോൾ ഇനി ദൈവമെന്നുള്ളത് ആവശ്യമില്ലാത്ത ഒന്നായിട്ട് മാറിയെങ്കിൽ പണ്ട് കഥ ക്രിസ്തു പറയുന്നുണ്ടല്ലോ, ഉപമ പറയുന്നുണ്ടല്ലോ, നീ തേടി വെച്ചതൊക്കെ ആരുടേതാകും ഈ രാത്രിയിൽ നിന്റെ ജീവൻ തിരികെ ചോദിച്ചാലെന്നുള്ള ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ തോറ്റുപോകാൻ മാത്രമുള്ള സമ്പാദ്യങ്ങളെ നമ്മുടെയൊക്കെ കൈവശമുള്ളൂ. മറന്നു പോകരുത്.
ഈ രാത്രിയിൽ നിന്റെ ജീവൻ തിരികെ ചോദിച്ചാൽ നേടിവെച്ചതൊക്കെ ആരുടേതാകുമെന്നുള്ള ഒറ്റ ചോദ്യത്തിൽ തീർന്നു പോകുന്നതാണ് ഈ കൊച്ചു ജീവിതമെന്നുള്ള ബോധ്യമിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ പണത്തിൻ്റെ മേൽ വല്ലാതെ അഹന്ത ബാധിക്കുന്ന ഒരു തലമുറയായിട്ട് നമ്മൾ മാറ്റപ്പെടും. എന്തിനേറെ നമ്മളെ ആഘോഷങ്ങളൊക്കെ ഒരുതരം ദൈവനിന്ദയായിട്ട് മാറുകയാണ്. നമ്മുടെ ആഘോഷങ്ങൾ, വിവാഹവും മാമോദീസായും ഒക്കെ ദേവാലയത്തിലേക്ക് ഒരുതരം ഫാഷൻ ഷോ ആയിട്ട് മാറുമ്പോൾ മറന്നു പോകരുത്, ദൈവനിന്ദയുടെ പരകോടിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇവിടെ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ ഇതെൻ്റെ ശരീരമാകുന്നെന്ന് പുരോഹിതൻ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പവും വീഞ്ഞും അവൻ്റെ ഉടലായിട്ട് രൂപാന്തരപ്പെടുമ്പോൾ അതിനെയൊക്കെ മറന്നിട്ട് മറ്റെന്തിൻ്റെയൊക്കെയോ സൗഭാഗ്യങ്ങളും ആനന്ദങ്ങളും ഒക്കെ ആയിട്ട് ഒരുതരം ഫാഷൻ ഷോ ആയിട്ട് നമ്മുടെയൊക്കെ വിവാഹാഘോഷങ്ങളും അല്ലെങ്കിൽ ദേവാലയത്തിലെ മറ്റ് ആഘോഷങ്ങളും മാറ്റപ്പെടുകയാണ്. ഇവിടെ ഒരുതരം ദൈവത്തെ മറന്നൊരു തലമുറയുടെ ഭാഗമായിട്ട് ജീവിക്കുവാനുള്ള ചില ഗതികേടുകൾ നമുക്ക് സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് ദൈവത്തെ മറന്നാൽ ദൈവം തരുന്നൊരു മറുപടി എന്നുള്ളതറിയാമോ? റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനം പറഞ്ഞു തരുന്നുണ്ട്. ദൈവത്തെ മറന്നു പോകുന്നൊരു ജനതയ്ക്ക് ദൈവം തരുന്നൊരു മറുപടിയുണ്ട്. 2 കാര്യങ്ങൾ ദൈവം തരും. ഒന്ന്, അധമവികാരങ്ങൾക്ക് ദൈവം ആ ജനതയെ കൈവിട്ട് കളയും. അനുചിത പ്രവർത്തികൾക്ക് ദൈവം അവരെ കൈവിട്ട് കളയും. ദൈവത്തെ മറന്നാൽ എൻ്റെ സമ്പത്തിലും എൻ്റെ സൗന്ദര്യത്തിലും എൻ്റെ ലാഭങ്ങളിലും നേട്ടങ്ങളിലുമൊക്കെ ആരെങ്കിലും ആയെന്ന ചിന്തയിൽ നമ്മൾ ദൈവത്തെ മറന്നാൽ നമ്മളെ കാത്തിരിക്കുന്നതാണ് അധമവികാരങ്ങളുടെ ഒരു തലമുറയായിട്ട് മാറും. അനുചിത പ്രവർത്തികളുടെ തലമുറയായിട്ട് മാറും. നമ്മളുടെ മുമ്പിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ മാറ്റം ഇതാണ്. ദൈവത്തെ മറന്നുപോയപ്പോൾ അധമവികാരങ്ങളുടെ ഭാഗമായൊരു തലമുറ വളർന്നു വരുന്നു. അനുചിത പ്രവർത്തികളെ എത്തരത്തിലും ന്യായീകരിച്ചുകൊണ്ട് അതിനെ നന്മയാക്കാൻ, അതിനെ ശരിയാക്കി മാറ്റി വെമ്പൽ കൊള്ളുന്നൊരു തലമുറ വളർന്നു വരുന്നു. ഇവിടെയാണ് നമ്മളിനി തിരിച്ചറിയേണ്ടത്. പൂർണ്ണരല്ല, കുറവുള്ളവരാണ് നമ്മളെന്ന് നിരന്തരം ദൈവത്തെ നോക്കി പറയാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുകയുള്ളൂ. നമുക്ക് മുമ്പേ വളർന്ന് കടന്നുപോയൊരു തലമുറയുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമതായിരുന്നു. അവരുടെ ജീവിതം മുഴുവനും ഇങ്ങനെ ദൈവമാണ് നയിക്കുന്നതെന്നുള്ളൊരു ബോധമുണ്ടായിരുന്നു. വീടിൻ്റെ ഉള്ളിൽ അസ്വസ്ഥതകളും ദാരിദ്ര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർക്കൊരു ബോധമുണ്ടായിരുന്നു, ഇത് നയിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും ദൈവമാണെന്ന്. 2018 പ്രളയത്തിൽ കുട്ടനാടിനെ ഒരുപാട് സഹായിച്ചവരാണ് നിങ്ങൾ. അന്ന് കുട്ടനാട്ടിലെ ജനതയുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാനായിട്ട് എനിക്കും ഭാഗ്യമുണ്ടായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വെള്ളമിങ്ങനെ ഇറച്ചു കയറി ഇറങ്ങിപ്പോയതിന് ശേഷം ഈ ജനം തിരിച്ചു വരുന്നുണ്ട്. വീടുകളൊക്കെ വെള്ളം കയറി വല്ലാതെ അസ്വസ്ഥമായിട്ടും വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. തിരിച്ചെത്തുന്ന ജനത്തെ ഇനി മനസ്സ് മടുക്കാതെ ചേർത്ത് പിടിച്ച് മുൻപോട്ട് കൊണ്ടുപോകുക അതൊരു പുരോഹിതൻ്റെ ദൗത്യവും നിയോഗവുമാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യരെയൊക്കെ ഇങ്ങനെ കാണുമ്പോഴും പോയി കണ്ടുമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, പരമാവധി അവരെ ഇങ്ങനെ നല്ലത് ചിന്തിക്കാൻ ആഗ്രഹിച്ചും പ്രേരിപ്പിച്ചുമൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ മുതിർന്ന തലമുറ എന്നോട് പറയുന്നൊരു മറുപടിയുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി ഇത് അച്ഛനെ ബാധിച്ചു. കാരണം ജനം ഇനി എങ്ങനാകുമെന്ന് ആശങ്ക അച്ഛനുണ്ടെന്ന്. മുതിർന്ന ആളുകൾ എന്നോട് പറയാൻ തുടങ്ങി, അച്ഛനെങ്ങനെ ഇതിനെക്കുറിച്ച് വല്ല ആകുലപ്പെടുകയൊന്നും വേണ്ട, വെള്ളപ്പൊക്കമൊക്കെ അല്ലേ. എന്നിട്ടവർ പ്രത്യാശയോടെ പറയുകയാണ്, വെച്ചാൽ അടുത്ത കൊയ്ത്തിന് നമ്മൾ 3.5 അല്ലെങ്കിൽ 4 കിൻഡൽ നെല്ല് കൊയ്യും. എനിക്കിത് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നി. കാരണം ഒരു വെള്ളപ്പൊക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നൊരു ജനത ആ പാടത്തേക്ക് നെന്മണികൾ വിതച്ചിട്ടില്ല. വിതയ്ക്കാൻ പാടമൊരുക്കുമ്പോൾ അവർ വികാരിച്ചനോട് പറയുക, അച്ഛ പേടിക്കേണ്ട അച്ഛ, 3.5 അല്ലെങ്കിൽ 4 കിൻഡലൊക്കെ കൊയ്യും. ഞാൻ വിചാരിച്ചു ഏതായാലും ഈ ജനത്തിൻ്റെ പ്രത്യാശ വലുതാ, നിരാശപ്പെടുത്താൻ പറ്റില്ല. അവരുടെ പ്രത്യാശ 100% ശരിയായിരുന്നു. 120 ദിവസങ്ങൾക്ക് ശേഷം ആ പാടത്തുനിന്ന് കൊയ്തെടുക്കുന്നത് അവരാഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കാണ്. അവരാഗ്രഹിച്ചതിലും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ടൊരു സമൃദ്ധി കൊടുത്തുകൊണ്ട്
ആ ജനതയെ ദൈവം നയിക്കുകയാണ്. കൊയ്ത്തൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് പ്രായമായവരൊക്കെ ചോദിച്ച അച്ഛൻ ഇപ്പം വിശ്വാസമായോ? ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമായി. മുതിർന്ന ആളുകൾ പറഞ്ഞു തന്നച്ചാ ഇതാണ് അച്ഛാ ദൈവം എന്ന് പറയുന്നത്. കുറവുണ്ടെന്ന് പറയുമ്പോൾ കൈവിടാത്തൊരു ദൈവം ഉണ്ടച്ചാ. കുറവുണ്ടെന്ന് പറയുമ്പോൾ കൈവിടാത്തൊരു ദൈവം ഉണ്ടച്ചാ. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, കുടുംബങ്ങളിൽ അടുത്ത തലമുറയോട് നമ്മൾ കൊടുക്കേണ്ട സുവിശേഷം ഇതാണ്. കുറവുണ്ടെന്ന് പറയാൻ പഠിപ്പിക്കണം. പരിപൂർണതാണെന്ന് ചിന്തിക്കാൻ പഠിപ്പിക്കരുത്. കഴിവുകളാകാം, നേട്ടങ്ങളാകാം, എന്തുമാകട്ടെ, അതിൻ്റെ നടുവിൽ അഹന്തകളെക്കാളുപരി കുറവുണ്ടെന്ന് ഏറ്റുപറയാൻ കഴിയുമ്പോൾ ദൈവം നമുക്ക് കൂടെ ഉണ്ടാകും. 12 സ്ലീഹന്മാർ അതാണ് ഏറ്റുപറഞ്ഞത്. പത്രോസ് അവസാനം ഈശോയോട് പറയുന്ന ഒറ്റ കാര്യമുണ്ടല്ലോ, കർത്താവേ നിനക്കെല്ലാം അറിയാം. വീണുപോയ പത്രോസ് തിബേരിയോസിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് മിശിഹായോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, കർത്താവേ നിനക്ക് എല്ലാം അറിയാം, ഞാൻ ആരാണെന്ന് നിനക്കറിയാം. നമുക്ക് കുർബാന അർപ്പിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. ഈ 12 പേരെ പോലെ മിശിഹായിൽ പ്രത്യാശ വയ്ക്കാനായിട്ട്, കുറവുകളുള്ള ജീവിതങ്ങളെ അണച്ചു പിടിക്കുന്ന മിശിഹായിൽ ഒന്ന് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.